അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തെ വ്യാഖ്യാനിക്കാൻ ഞാനാളല്ല. CPIക്കും CPMനും തമ്മിൽ എപ്പോഴും കാണാം. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 10 വട്ടവും കാണാം, ചർച്ച ചെയ്യാം. അതാണ് CPI നിലപാട് ഞങ്ങൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. CPIക്ക് LDF വളരെ വലുതാണ്. ആ രാഷ്ട്രീയമാണ് ഏറ്റവും മുഖ്യം ഞങ്ങൾക്ക്. ആ LDFനും ആ രാഷ്ട്രീയത്തിനും ക്ഷതമുണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ CPIക്ക് താല്പര്യമില്ല. LDF ഒന്നിച്ചു പോകാൻ വേണ്ടി ചെയ്യേണ്ട രാഷ്ട്രീയ ധാരണകൾ, രാഷ്ട്രീയ നിലപാടുകൾ, രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അതെല്ലാം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇതാണ് CPI കാഴ്ചപ്പാട്. CPIക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, LDF എന്നാൽ ഒരുപാട് പാർട്ടികളുടെ കൂട്ടായ മുന്നണിയാണത്. ഒരു പാർട്ടിയും ഒരു പാർട്ടിയേക്കാളും താഴെയുമല്ല, മുകളിലുമല്ല. അത്രയേ ഉള്ളൂ. അല്ല, ഇത് ഈ നിലപാടിൽ തന്നെ CPM തുടർന്നാൽ പിന്നെ ഇതിലൊരു പോംവഴിയുണ്ടോ? കാരണം ഇത് LDFിലെ തന്നെ 2 ഘടകകക്ഷികൾ, അതിൽ CPMും CPIയും തമ്മിലുള്ള ഒരു തർക്കമായി തന്നെ ഇതിങ്ങനെ മുറുകി വീണ്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയില്ലേ? തർക്കത്തിൽ CPIക്ക് താല്പര്യമില്ല. CPIക്ക് താല്പര്യം ഐക്യത്തിലാണ്, തർക്കത്തിലല്ല. അപ്പം നമുക്ക് നോക്കാം. തിരക്ക് പിടിക്കല്ലേ? വിട്ടുവീഴ്ചയ്ക്ക് CPI തയ്യാറാകുമോ? അതോ തിരക്ക് പിടിക്കേണ്ട. CPI നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. അത് വീണ്ടും CPIക്കും CPMനും തമ്മിൽ എപ്പോഴും കാണാം. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 10 വട്ടവും കാണാം, ചർച്ച ചെയ്യാം. അതാണ് CPM ബന്ധം. സാറേ, അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതും ഇനിയിപ്പോൾ എന്ത് കൂടുതലായിട്ട് നോക്കാനാണ്, ചർച്ച ചെയ്യാനാണെന്നാണ് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തെ വ്യാഖ്യാനിക്കാൻ ഞാനാളല്ല. ശരി. അല്ല, ഇതിൽ ഒരു കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പ് തോൽവി ഇത്രയും വലിയൊരു പരാജയം ഉണ്ടായിട്ടും CPM ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ ഘടകകക്ഷികളുടെ താല്പര്യങ്ങൾ പരിഗണിക്കാത്തത്? അവർ വീണ്ടും ഒരു ഒറ്റയാൾ പട നയിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത്? അല്ല, CPI CPM തർക്കം മോക്ഷിപ്പിക്കാൻ ഒന്നും ചെയ്യാൻ CPIക്ക് ലെവലേശം താല്പര്യമില്ല. CPI LDFിലെ ഐക്യത്തിൻ്റെ പാർട്ടിയാണ്. ഇപ്പോൾ CPIയുടെ ഭാഗത്തു നിന്ന് CPMനെ അല്ലെങ്കിൽ CPM നേതാക്കളെ കാണുമോ? ഗോവിന്ദ മാഷിനെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ പിണറായി വിജയനെ കാണാൻ ഞങ്ങൾ എത്രയോ വട്ടം കണ്ടിരിക്കുന്നു. ഈ വിഷയം എല്ലാത്തിലും കാണാൻ CPIക്കും CPMനും മുഹൂർത്തം വേണ്ട, ആഹ്വാനങ്ങളും വേണ്ട. CPIക്കും CPMനും എപ്പോഴും കാണാം. അതാണ് CPM ബന്ധം. ഈ വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു ഉപദേശം എങ്ങനെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരം വിഷയങ്ങളിൽ നിലപാട് പലതില്ല. ദേശീയ നിലപാട്, സ്റ്റേറ്റ് നിലപാട്, അങ്ങനെയൊന്നുമില്ല. CPI നിലപാടേ ഉള്ളൂ. ഈ ഇതുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ കുറേ ചർച്ചകൾ ഇങ്ങനെ കേട്ടൊരു കാര്യമാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വന്നതിൽ പോലും CPIക്ക് ചില അതൃപ്തികളുണ്ടായിരുന്നു. കാരണം അതിൽ CPIക്ക് തീരുമാനമില്ലെങ്കിൽ പോലും CPIക്ക് ചില അതൃപ്തികളുണ്ടായിരുന്നു. ഒരു പുതുമുഖം, ഒരു യുവത്വം, അത് പ്രതിപക്ഷം നയിക്കണമെന്നതായിരുന്നു ഒരു CPIയുടെ കാഴ്ചപ്പാട് എന്ന രീതിയിലൊക്കെ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ നിങ്ങളെപ്പോലുള്ള മീഡിയയുടെ വ്യാഖ്യാനങ്ങളാണ്. അത്തരം വ്യാഖ്യാനത്തിലൂടെ CPI ഇല്ല. CPIക്ക് എപ്പോഴും ബോധ്യമാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം CPMൻ്റെ അവകാശമാണ്. ആ സ്ഥാനം CPMനല്ലാതെ മറ്റാർക്കും അവകാശപ്പെട്ടത്. അത് CPMൻ്റെ അവകാശമാണ്. അത് CPMൻ്റെ അവകാശമാണ്. അവകാശപ്രകാരം സ്വന്തം നോമിനി ആര് വേണം നടന്നിരിക്കേണ്ട സമ്പൂർണ്ണ അധികാരം CPMൻ്റെതാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ.